എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം: രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ശിഷ്യവത് പ്രാപ്തേ ഷോഡശവർഷേ തു പുത്രം മിത്രവതാചരേത്. പുത്രനെ 5 വയസ്സ് വരെ രാജാവിനെ പോലെയും 10 വർഷം വരെ ശിഷ്യനെ പോലെയും കരുതണം. 16 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സുഹൃത്തിനെ പോലെ കരുതാവുന്നതാണ്. കുട്ടികളെ വളർത്തുന്നതിൽ നമ്മുടെ പൂർവികർ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 5 വയസ്സ് വരെ രാജാവിനെ പോലെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അതായത് രാജാവ് നമ്മൾ പ്രഥമ സ്ഥാനം കൊടുക്കുമല്ലോ, അതുപോലെ കുടുംബത്തിലുള്ള കുട്ടികൾക്കും ഒരു പ്രഥമ സ്ഥാനം കൊടുക്കണം. എല്ലാവരും പ്രത്യേകം ഈ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നെ അച്ഛനായാലും അമ്മയായാലും മുതിർന്നവരായാലും ഒക്കെ താഴെയുള്ള കുട്ടികളെയൊക്കെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നെ 10 വയസ്സ് വരെ, ആ 10 വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ടുന്നതായ എന്തൊക്കെയാണോ അറിവുകൾ അത് ഭംഗിയായിട്ട് കൊടുക്കണം. അപ്പോൾ ചുരുക്കത്തിൽ 5 വയസ്സ് വരെ രാജാക്കന്മാരെ കാണുകയും പിന്നീട് 10 വർഷക്കാലം ഒരു കുട്ടിക്ക് വേണ്ടതായ ശിക്ഷണ നടപടികൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ശരിയായ രൂപത്തിൽ വളർന്നു വരും. അതുപോലെ പിന്നീട് നമുക്കൊരു 16 വയസ്സിന് ശേഷം സ്വന്തം മിത്രത്തെ പോലെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം, അച്ഛനമ്മമാരുടെ പ്രശ്നങ്ങളൊക്കെ ഒരു കൂട്ടുകാരോട് പറയുന്നത് പോലെ തന്നെ ആ കുട്ടിയോടും പറയണം. അങ്ങനെ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് ആവശ്യം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതൊന്നും നമുക്ക് വേണ്ടതുപോലെ കാണുവാൻ വേണ്ടി സാധിക്കുന്നില്ല. എങ്കിലും ഈ ഒരു ശ്ലോകം നമ്മൾ ഓർത്തുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ കുട്ടികളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അവർ നല്ല ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. രാജവൽ പഞ്ചവർഷാണി ദശവർഷാണി ശിഷ്യവൽ പ്രാപ്തേ ഷോഡശവർഷേ തു പുത്രം മിത്രവതാചരേത്. നന്ദി, നമസ്കാരം.